ചെറിയൊരു വെടിക്കെട്ട് പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പാണ്. അത് കണ്ടു കൊടി ഇറക്കി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഉത്സവമാണ്. അപ്പം ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ്. ഇച്ചിരി ലെങ്തി ആയിരിക്കും, എന്നാൽ ബോറടിപ്പിക്കാത്ത രീതിയിൽ കാണാൻ പറ്റും. അപ്പം നേരെ വീഡിയോയിലോട്ട്. 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഈ മഹാദേവ ക്ഷേത്രത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ദിവസത്തെ ഉത്സവവും ഉത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്കും പോകാം. അങ്ങനെ പായസം റെഡിയായിട്ട് വന്നിരിപ്പുണ്ട്. എല്ലാ വർഷവും നാട്ടിലെല്ലാവരും കൂടെ കൂടി കൊടുക്കുന്നതാണ് ഈ പായസം. ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ എഫേർട്ട് ഉണ്ട്. ഡെസ്ക് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാവരും പോയേക്കുവാണ്. വൈകുന്നേരം ആകുമ്പം ഇവിടെ എല്ലാം ആളും ബഹളവും എല്ലാം ഉണ്ടാവും. ഇതാണ് ആറാട്ടുകുളം. ഇവിടെയാണ് വൈകുന്നേരം മഹാദേവൻ്റെ ആറാട്ട് നടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പായസം റെഡിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 2 ചെമ്പിൻ്റെ ഈ പായസം ഉണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാർക്ക്, അതായത് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം പായസം ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പായസം റെഡിയാക്കുന്നവരിൽ കുറച്ച് പേരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എന്താണേലും ഉത്സവമാണ്. ഉത്സവം ആകുമ്പോഴത്തേക്കും വെടിക്കെട്ടില്ലാതെ ഇതൊരു പൂർണ്ണതയിൽ എത്തത്തില്ല. അപ്പം ചെറിയൊരു വെടിക്കെട്ട് പരിപാടികൾക്കുള്ള തയ്യാറെടുപ്പാണ്. ഇവനാണ് മഹാദേവൻ്റെ ഗജവീരൻ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രം. ഇന്ന് വൈകുന്നേരം ഈ കൊടിമരത്തിലെ കൊടി ഇറക്കുന്നതായിരിക്കും. അതായത് ആറാട്ട് കഴിഞ്ഞ് പറയെടുത്ത് നേരെ അമ്പലത്തിൽ വന്ന് കൊടി ഇറക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ചോറ്റിശ്രീ മഹാദേവൻ്റെ തിരുവാറാട്ടിൻ്റെ മുന്നൊരുക്കങ്ങൾ. ശിവരാത്രിക്ക് തലേദിവസമുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നേരെ നമുക്ക് ആറാട്ടിലോട്ട് പോകാം. അങ്ങനെ ആറാട്ട് കഴിഞ്ഞ് പ്രദക്ഷിണം കഴിഞ്ഞ് പറയെടുത്ത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ആറാട്ട് കണ്ടു, കൊടി ഇറക്കി. അപ്പോൾ ഇന്നലെ ഞാൻ വലിയ മ്യൂസിക്കോ അല്ലെങ്കിൽ വലിയ എഡിറ്റിങ്ങോ ഒന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വോയിസ് ഓവർ ഒന്നും കൊടുത്തില്ല. അതിൻ്റെ നാച്ചുറൽ ആ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പം ഇന്ന് ശിവരാത്രി. അപ്പം ഇന്നത്തെ കാഴ്ചയിലേക്ക് നേരെ പോവാം.
ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഒരെണ്ണമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മൊത്തം മേടിക്കാൻ പറ്റും, പക്ഷെങ്കിൽ ആഗ്രഹമില്ല. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഏറ്റവും ഫ്രണ്ടിലെത്തി, കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ ഒരു ഉത്സവകാലം കൂടെ കടന്നു പോയിരിക്കുന്നു. ഇനി അടുത്ത വർഷം വീണ്ടും കാണാം. അപ്പം എൻഡിങ് ഇല്ല, അടുത്ത വീഡിയോ കാണാം. ബൈ.